പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കാട്ടിപ്പടിക്ക് ആക്കാങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു കുടിവെള്ള പദ്ധതിയുണ്ട്. ആ കുടിവെള്ള പദ്ധതിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പൈപ്പുകളെ വാൽവുകളെല്ലാം നശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചയൊന്ന് കാണാം. ഇത് കാട്ടിപ്പടി ജംഗ്ഷനാണ്. ഇവിടുന്ന് എരുമപ്പെട്ടിയിലേക്ക് തിരിയുന്ന വഴിയാണ്. ഇതിലെ ഇങ്ങോട്ട് പോകുന്നിടത്ത് ആക്കാങ്കുന്ന് പറയുന്ന സ്ഥലമാണ്. എന്താ സംഭവിച്ചത്? രാവിലെ ഞാൻ വെള്ളം അടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് 6 മണിയായപ്പോൾ ഞാൻ വെള്ളം അടിക്കാൻ വന്നു. എന്നും ഈ വാൽവ് പൂട്ടി വെച്ച് തുറന്ന് കിടക്കണം. രാത്രി വല്ലവരും വന്ന് പൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തേച്ചാൽ ഞാൻ അകത്തോട്ട് കയറുള്ളൂ. അത് വന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുമ്പം വാൽവ് രണ്ടെണ്ണം ഇല്ല, പൊട്ടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് കഥ തുറക്കാനായിട്ട് കഥ 2 പാടും ഇങ്ങനെ തുറന്ന് കിടക്കും. പിന്നെ ഇവിടെ മോട്ടർ പൊട്ടിച്ച്, നമ്മളിവിടെ കൂടെയാണ് കണക്ഷൻ കൊടുത്തിരുന്നത്. ഈ കണക്ഷൻ തല്ലി പൊട്ടിച്ചാണ് ഫുട്ബോൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരാണോ കള്ളന്മാരാണോ നമുക്കറിയത്തില്ല. പിന്നെ കഥ തുറക്കാൻ വന്നപ്പോഴത്തേക്ക് ഇതിങ്ങനെ കിടപ്പുണ്ട്. താഴെ കണ്ടില്ല, താഴെ കൊണ്ടുപോയി. വേറെ വല്ല അകത്തൊന്നും മോശം പോലെ അകത്തുനിന്ന് 3 ബ്രാസിന്റെ 3 അവിടെ ഇരുന്ന സൈസ് തന്നെ വാൽവ്. 3 അതിനകത്ത് കാലി ഇരുന്ന ഇതിനകത്ത് പഴയത് ഞാൻ എടുത്തിട്ടിരുന്ന, പിന്നെ ഒരെണ്ണം അതേലിരുന്നതും കിട്ടുന്നത്. അങ്ങനെ മൊത്തം 6 വാൽവ് കൊണ്ടുപോയി. 6 വാൽവ് പോയിട്ടുണ്ട്. വേറെ ഒന്നും പോയി. എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ അറിഞ്ഞത് രാവിലെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. നമ്മൾ നിലവിൽ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയതായിട്ട് വെച്ചു കൊടുത്താണ് മോട്ടറും ഫുഡ് വാൽവുകളും എല്ലാം. 3 മാസം പോലും ആയിട്ടില്ല. ഇത് പുതിയ കണക്ഷൻ കൊടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 120 കുടുംബാംഗങ്ങൾ ഈ ഒരു കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ കുടിവെള്ളമാണ് ഇപ്പൊ മുട്ടിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 ആയപ്പം ഇതിന്റെ നമ്മുടെ മോട്ടർ അടിക്കുന്നത് കുഞ്ഞാഞ്ചാട്ടം വിളിച്ചതാണ് ഞാൻ ഇക്കാര്യം അറിയുന്നത്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയായിരുന്നു. വന്നപ്പോൾ പൈപ്പുകൾ പൊട്ടിച്ചുകൊണ്ട് ഗ്ലാസിന്റെ വാൽവുകൾ എടുത്തുകൊണ്ട് പോലും, അതോടൊപ്പം തന്നെ ഡോറ് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിനകത്തിരുന്ന ഗ്ലാസിന്റെ വാൽവുകളും പോയതാണ്. ഇതിന്റെ മോശം പോകുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സമീപത്തുള്ള അടുത്തുള്ള വീടുകളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഒരു മുമ്പ് കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ അറിയിക്കുകയും അവിടുന്ന് പോലീസുകാരെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളിപ്പോൾ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിനും അതോടൊപ്പം തന്നെ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പോലീസ് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. പോലീസ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ. 120 കുടുംബങ്ങൾ ഈ കുടിവെള്ള പദ്ധതി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവരുടെ കുടിവെള്ളം മുട്ടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. അപ്പോൾ ഇത് ആര് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഉത്തരവാദികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. വെള്ളത്തിനടിയിലിടുന്ന മോട്ടർ എല്ലാം വെള്ളത്തിനടിയിലിടുന്നത് അതുകൊണ്ടാണ് മോട്ടോർ പോകാൻ, അല്ലെങ്കിൽ അതും പോയാൽ. രാവിലെ വിവരം അറിഞ്ഞപ്പോഴത്തേന് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സാംകെ വർക്കി അടക്കമുള്ളവരെല്ലാവരും ഇവിടെ എത്തിയായിരുന്നു. ഉണ്ടെന്നാ ഈ പൈപ്പൊക്കെയാണ് മുറിച്ചിട്ടിരിക്കുന്നത്, കണ്ടില്ലേ? ഇതൊക്കെ ചെയ്തവനെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. വെള്ളം ധാരാളം ലഭിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കുടിവെള്ള ടാങ്ക് വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് വീട്ടുകാർക്ക് ഉപകാരപ്രദമാണ്. അപ്പോൾ ഇനി മേലെ പുതുപ്പള്ളിയിലും പരിസരത്തുനിന്ന് ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.